സൂര്യനാഥം എല്ലാ ദൈവശരീരത്തിനെയും ഉൾപ്പെടുത്തി സ്തുതിച്ച് അവരെ ഭാരത പൗരനായി തമിഴൻ മലയാളിയായി പറയുന്നത്. സൂര്യനാഥം ഭാഗം 7 സത്യത്തേടൽ എന്നാൽ ശരീരം. 6 പറഞ്ഞത് 6 പകയായത്. ലോകത്തിൽ ഓരോരോ ശരീരത്തിലും ഓരോരോ സ്വഭാവം ഉള്ളത് ആ 6 പക കാരണം കൊണ്ട് നടക്കുന്നത്. അത് അകത്തിനഴക് മുഖത്തിൽ കാണും. ഓരോരോ മേഖലയിലും ഓരോരുത്തരുടെ സ്വഭാവ രീതി. മുഖം കണ്ടാൽ മൃഗസ്വഭാവം, പക്ഷികൾ സ്വഭാവം, നടക്കുന്നവ, ഇഴയുന്നവ, നീന്തുന്നവ, ജീവനെ കൊന്ന് തിന്നുന്ന സ്വഭാവമുള്ളത് മനുഷ്യവർഗത്തിൽ മൃഗമുഖ സ്വഭാവം. അത് നമ്മുടെ ചുറ്റുപാട് എവിടെയായാലും ആ മുഖം നോക്കാം. പഞ്ചായത്ത്, വാർഡ് ഭരണം തൊട്ട് അതിൽപ്പെടുന്നവർ MLA, MP, മന്ത്രി, സംസ്ഥാന മന്ത്രി, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രി എന്നിവ മതപണ്ഡിതന്മാരുടെ മുഖം. ഓരോന്ന് മേഖലയിലും ഈ മൃഗലക്ഷണം ഉള്ളത് ലോകത്തിൽ മനുഷ്യനെ കൊല്ലും, മതഭ്രാന്തിൽ കൂടി കൊല്ലും. ഓരോരോ വിധത്തിൽ അവരുടെ മുഖം ഈ 6 പകയിൽ ഉണ്ടാവുന്നത്. അത് മാറണം. ഇതിൽ മനുഷ്യവർഗം മൃഗവർഗത്തിനേക്കാളും കഷ്ടം ഇന്ന്. അത് മാറണം. കാരണം മതം ഇവിടെ 6 പകയിൽ പറയുന്ന മതം. അപ്പോൾ മതപണ്ഡിതന്മാർ പറയുന്നു 96 തത്വ ശരീരത്തിൽ പൊരുൾ കാണണം. എന്നാൽ എങ്ങനെ ആകണം? 96 തത്വ ശരീരം എല്ലാ മനുഷ്യരിലും ഉള്ളത്. അതിന് ആരും ജീവൻ മുക്തി കൊടുക്കാൻ പാടില്ല. താനെ പോകണം. അതിനാണ് കോടതി ഓരോരോ വിഷയങ്ങൾക്ക്. നമ്മുടെ മുഖം പുറത്ത് കാഴ്ച, പുറലോകം. അത് രാജഭരണകാലം, യുദ്ധം, നമ്മൾ ഓരോരോ കാഴ്ചകൾ കാണുന്നത്, കഴിക്കുന്നത് എല്ലാം പുറലോകം. അകലോകം ശരീരത്തിൻ്റെ ഉള്ളിൽ. ആ മുഖം, ഉൾനോക്കിയ മുഖം, അത് ഭഗവത്ഗീത ആ മുഖമായി പറയുന്നു. ഗീത മഹാത്മ്യം 23 കുറിപ്പുകളിൽ ഗീതത്തിന് സ്വരം, അത് ചെവി, സ്പർശം, മുഖത്തൊലി, ഗോ അറിവ്, അത് മനസ്സിന്, ജീവമുക്ത 15 പറയുന്നു. ഇത് പഞ്ചേന്ദ്രിയ തത്വം. ശരീരത്തിൽ അകമുഖ കാഴ്ചയിൽ കാണുന്ന വഴികളെ പണ്ഡിതനായി അവിടെ എഴുതിയത് പറയുന്നു. അത് ശരീരത്തിൽ പറയുമ്പോൾ ഇന്ന് പണ്ഡിതന്മാർ എവിടെ പോയി പറയുന്നു? ഇനി ഗദ്യഭാഗവതം പറയുന്നത് 18 പുരാണം രചിച്ചിട്ടുണ്ട്. ഏത് പുരാണങ്ങളും പഠിച്ച് വിജ്ഞാബോധമായാലും നിഷ്കളങ്കമായ ഭക്തി ഒന്ന് ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല മുടിയളവിന്. അപ്പോൾ നമ്മൾ മനസ്സിന് കുളിർമ കിട്ടുമെന്ന് പോകുന്നു.
അതുകൊണ്ടാണ് പലതും വായിച്ച് ഇവിടെ അർത്ഥത്തിൽ പറയുന്നത്. സിദ്ധന്മാരുടെ ശരീരമാണ് ദൈവം ആയത്. അതിന് പല അവതാരങ്ങൾ. അവർ അന്ന് പേര് വച്ചത് നാം ദൈവമായി ഉൾക്കൊള്ളുന്നു. അതുപോലെ ഇവിടെ പണം കിട്ടുന്ന ഭക്തിയല്ല പറയുന്നത്. സംസ്കൃതം പുറം ലോകക്കഥ പറയുന്നു. നിങ്ങൾ ആപ്പിൽ ചോദിച്ച് മനസ്സിലാക്കൂ, അപ്പോൾ അറിയാം. ഇവിടെ അപ്പോൾ പഞ്ചമലം, പഞ്ചഭൂത ശക്തിയിലുള്ളത് കാമം, ക്രോധം, ലോഭം, മതം, മാത്സല്യം. ഇത് ഭാര്യ ഭർത്താവ് ബന്ധം പുലർത്തുന്ന കാലം നടക്കുന്നത്. കാമം, ഇടത് കണ്ണ്, കാമാഗ്നി. 6 അഗ്നിയിൽ ഒരു അഗ്നി, കാമച്ചൂട്, കണ്ണിൽ കയറുന്നത്. ക്രോധം, കുട്ടി ചരിയുവാൻ തുടക്കം കുറിക്കുന്ന ശരീര അവസ്ഥ. അത് 6 പകയിൽ പറഞ്ഞത്. അതേ പ്രകൃതി നമ്മളിലും ഉണ്ടാകും. ഭാര്യ ഭർത്താവ് ബന്ധം പുലർത്തുമ്പോൾ ശരീരത്തിനെ തൊട്ട് ഉരതുകൾ, അങ്ങനെ പിരിമുറുക്കം കൊള്ളുന്ന സമയം പ്രലോഭം മുഖമാകും രണ്ടുപേരുടെ. അപ്പോൾ ശരീരം പിരിമുറുക്കം കൊള്ളുന്നതിൽ മനസ്സ് പിടിച്ചാൽ കിട്ടത്തില്ല. നിയന്ത്രണത്തിനെ കടന്ന് ശരീരത്തിലുള്ള മതം ഇളക്കം. ശരീര പുണരുന്നതിൽ പ്രകൃതി സത്ത് ശരീരം 36 തത്വത്തിൽ പൂർത്തീകരിക്കുന്നതിൽ ശുക്ലം യോനിയിൽ ത്രസിക്കുന്നത്. അത് ആകാരക്കൊഴുപ്പ്. പ്രകൃതി സത്ത് ശരീരച്ചൂടിൽ ശുക്ലം ശരീരത്തിലിരുന്ന് പോയാൽ സുഖം. എത്ര കോടീശ്വരനായാലും എത്ര ദാരിദ്ര്യനായാലും അപ്പോഴാണ് അവൻ സ്വയം മറന്നു ഉള്ള സമയം. ഇത് നാഡി ഞരമ്പുകളെ, ശരീരത്തിറയം എന്നത് സ്വരം പറയുന്ന ധ്വനിയെ, അക്ഷരം പറയുന്ന ധ്വനിയെ ആശാനാക്കി മനസ്സിലാക്കി വരുന്നത്. അവിടെ ഈ പഞ്ചമലം പാടില്ല. ഇതിൽ 96 തത്വ ശരീരത്തിൽ വരുന്നതാണ്. ഇങ്ങനെ പറയുന്നതിൽ ചിലർക്ക് പിരിയിളക്കം കൂടും. സത്യം ആര് എതിർത്താലും എതിരല്ല. 96 വക തത്വ ശരീരം 1 തൊട്ട് 7-ാം ഭാഗം വരെ കേട്ടാൽ മനസ്സിലാകും. ഭക്തി ഖാദിർ ബാദ്ഷായെ പറഞ്ഞത്. ഇങ്ങനെ ഓരോന്നും കേൾക്കുമ്പോൾ അടുത്തതിൽ ദൈവദശകം.